ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിനത്തിൽ അഹരോൻ്റെ അന്ന് ദൈവം നൽകിയിരിക്കുന്ന മോശ മുഖാന്തരം ദൈവം നൽകിയ രാജകീയ വസ്ത്രത്തെ പറ്റിയാണ് 28-ാം അധ്യായം മുഴുവൻ പ്രതിപാദിക്കുന്നത്. നമ്മൾ രാജകീയ പുരോഹിത വർഗമായ എല്ലാവരും യേശുവിനെ രക്ഷിതാവായി കർത്താവായി അംഗീകരിച്ച് വിശുദ്ധ മാമോദീസായാൽ കുർബാന കൊള്ളുന്ന എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. അതുകൊണ്ട് ഈ രാജകീയ പുരോഹിത വർഗത്തിൻ്റെ ആ ഡ്രസ് കോഡിനെ പറ്റിയാണ് പുറപ്പാട് പുസ്തകവും 28-ാം അധ്യായം പ്രതിപാദിക്കുന്നത്. നിൻ്റെ സഹോദരനായ അഹരോനെ അവൻ്റെ പുത്രന്മാരെ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിൻ്റെ അടുക്കൽ വരുത്തുക. അഹരോനെയും അഹരോൻ്റെ പുത്രന്മാരായ നാദാബ്, അബീഹു, എലയാസാർ, ഈതാമാർ എന്നിവരെയും തന്നെ നിൻ്റെ സഹോദരനായ അഹരോനു വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കണമെന്ന് ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും നീ പറയണം. അവർ ഉണ്ടാക്കേണ്ടുന്ന വസ്ത്രമോ പതക്കം, എഫോദ്, നീളക്കുപ്പായം, ചിത്രതയിലുള്ള നീലയങ്കി, മുടി, നടുക്കെട്ട് എന്നിവ തന്നെ. നിൻ്റെ സഹോദരനായ അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവനും അവൻ്റെ പുത്രന്മാർക്കും വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. അതിന് പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ എടുക്കണം. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ എഫോദ് ഉണ്ടാക്കണം. അതിൻ്റെ 2 അറ്റത്തോടെ ചേർന്നതായി 2 ചുമൽക്കണ്ണം ഉണ്ടായിരിക്കണം. അങ്ങനെ അത് തമ്മിൽ ഇണച്ചിരിക്കണം. അത് കെട്ടിമുറുക്കുവാൻ അതിന്മേലുള്ളതായി ചിത്രപ്പണിയായ നടുക്കെട്ട് അതിൽ നിന്ന് തന്നെ അതിൻ്റെ പണി പോലെ പൊന്നും, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ടായിരിക്കണം. അതുകൂടാതെ 2 ഗോമേദ കല്ലെടുത്ത് അവയിൽ ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തണം. അവരുടെ പേരുകൾ 6 ഒരു കല്ലിലും ശേഷമുള്ള 6 മറ്റേ കല്ലിലും അവരുടെ ജനനക്രമത്തിൽ ആയിരിക്കണം. രത്നശില്പിയുടെ പണിയായി മുദ്രക്കൊത്ത് പോലെ 2 കല്ലിലും ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തണം. അവ പൊന്തടങ്ങളിൽ പതിക്കണം. കല്ല് 2 എഫോദിൻ്റെ ചുമൽ കണ്ടങ്ങളിന്മേൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഓർമ്മക്കല്ലായി വയ്ക്കണം. അഹരോൻ യഹോവയുടെ മുമ്പാകെ അവർ പേർ ഓർമ്മക്കല്ലായി തൻ്റെ 2 ചുമലിലും വഹിക്കണം. പൊന്നുകൊണ്ട് തടങ്ങൾ ഉണ്ടാക്കണം. തങ്കം കൊണ്ട് ചരട് പോലെ മുറിച്ച് കുത്തിപ്പണിയായി 2 സരപ്പളിയും ഉണ്ടാക്കണം. മുറിച്ച് കുത്തുപണിയായ സരപ്പണി തടങ്ങളിൽ ചേർക്കണം. ന്യായവിധി പതക്കം ചിത്രപ്പണിയായിട്ട് ഉണ്ടാക്കണം. അത് എഫോദിൻ്റെ പണിക്കൊത്തതായി പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഉണ്ടാക്കണം. അത് ചതുരവും ഇരട്ടയും 1 ചാൺ നീളമുള്ളതും 1 ചാൺ വീതിയുള്ളതുമായിരിക്കണം. അതിൽ കൽപ്പതിപ്പായി 4 നിര കല്ല് പതിക്കണം. താമ്രമണി, പീതരത്നം, മരതകം എന്നിവ 1-ാമത്തെ നിര, 2-ാമത്തെ നിര മാണിക്യം, നീലക്കല്ല്, വജ്രം, 3-ാമത്തെ നിര പത്മരാഗം, വൈഡൂര്യം, സുഗന്ധിക്കല്ല്, 4-ാമത്തെ നിര പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം. അവ അതത് തടത്തിൽ നിന്ന് പൊന്നിൽ പതിച്ചിരിക്കണം. ഈ കല്ല് ഇസ്രായേൽ മക്കളുടെ പേരോടുകൂടി അവരുടെ പേർ പോലെ 12 ആയിരിക്കണം. 12 ഗോത്രങ്ങളിൽ ഓരോന്നിൻ്റെ പേർ അവയിൽ മുദ്രയ്ക്കൊത്തതായി കൊത്തിയിരിക്കണം. പതക്കത്തിന് ചരട് പോലെ മുറിച്ച് കുത്തുപണിയായി തങ്കം കൊണ്ട് സരപ്പളി ഉണ്ടാക്കണം. പതക്കത്തിന് പൊന്നുകൊണ്ട് 2 വട്ടക്കണ്ണി ഉണ്ടാക്കി പതക്കത്തിൻ്റെ 2 അറ്റത്തും വട്ടക്കണ്ണി വയ്ക്കണം. പൊന്നുകൊണ്ട് മുറിച്ച് കുത്തുപണിയായ സരപ്പളി 2 പതക്കത്തിൻ്റെ അറ്റങ്ങളിൽ ഉള്ള വട്ടക്കണ്ണി 2ലും കൊളുത്തണം. മുറിച്ച് കുത്തുപണിയായ 2 സരപ്പളിയുടെ മറ്റേ 2 അറ്റം 2 തലത്തിൽ കൊളുത്തി എഫോദിൻ്റെ ചുമൽക്കണ്ടങ്ങളിൽ അതിൻ്റെ മുൻഭാഗത്ത് വയ്ക്കണം. പൊന്നുകൊണ്ട് 2 വട്ടക്കണ്ണി ഉണ്ടാക്കി പതക്കത്തിൻ്റെ മറ്റേ 2 അറ്റത്തും എഫോദിൻ്റെ കിഴക്കറ്റത്തിന് നേരെ അതിൻ്റെ വിളുമ്പിൽ അകത്തായി വയ്ക്കണം. പൊന്നുകൊണ്ട് വേറെ 2 വട്ടക്കണ്ണി ഉണ്ടാക്കി എഫോദിൻ്റെ മുൻഭാഗത്ത് അതിൻ്റെ 2 ചുമൽക്കണ്ടത്തിന്മേൽ താഴെ അതിൻ്റെ ഇണപ്പിനരികെ എഫോദിൻ്റെ നടുക്കെട്ടിന് മേലായി വയ്ക്കണം. പതക്കം എഫോദിൻ്റെ നടുക്കെട്ടിനും മേലായിരിക്കേണ്ടതിനും എഫോദിൽ ആടാതെ ഇരിക്കേണ്ടതിനും അതിൻ്റെ വട്ടക്കണ്ണികളാൽ എഫോദിൻ്റെ വട്ടക്കണ്ണികളോടെ നീല നാട കൊണ്ട്
കെട്ടേണം. അങ്ങനെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി പതക്കത്തിൽ ഇസ്രായേൽ മക്കളുടെ പേർ എപ്പോഴും യഹോവയുടെ മുമ്പാകെ ഓർമ്മയ്ക്കായിട്ട് തൻ്റെ ഹൃദയത്തിൽ വഹിക്കണം. ന്യായവിധി പതക്കത്തിനകത്തും ഊറീമും തൂമീമും വെളിപ്പാടും സത്യവും വയ്ക്കണം. അഹരോൻ യഹോവയുടെ സന്നിധാനത്തിങ്കൽ കടക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിന്മേൽ ഇരിക്കണം. അഹരോൻ ഇസ്രായേൽ മക്കൾക്കുള്ള ന്യായവിധി എപ്പോഴും യഹോവയുടെ മുമ്പാകെ തൻ്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം. ഏഫോദിൻ്റെ അങ്കി മുഴുവനും നീല നൂൽ കൊണ്ട് ഉണ്ടാക്കണം. അതിൻ്റെ നടുവിൽ തലകടപ്പാൻ ഒരു ദ്വാരം വേണം. ദ്വാരത്തിന് നെയ്ത്തുപണിയായി ഒരു നാട ചുറ്റിലും വേണം. അത് കീറിപ്പോകാതിരിക്കാൻ കവചത്തിൻ്റെ ദ്വാരം പോലെ അതിന് ഉണ്ടായിരിക്കണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ എന്നിവ കൊണ്ട് ചുറ്റും അതിൻ്റെ വിളിമ്പിൽ മാതളപ്പഴങ്ങളും അവയുടെ ചുറ്റും പൊന്നുകൊണ്ട് മണികളും ഉണ്ടാക്കണം. അങ്കികളുടെ വിളിമ്പിൽ ചുറ്റും ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം ഇങ്ങനെ വേണം. ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. യഹോവയുടെ മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതെ ഇരിക്കേണ്ടതിന് അതിൻ്റെ ശബ്ദം കേൾക്കണം. തങ്കം കൊണ്ട് ഒരു പട്ടമുണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് മുദ്ര കുത്തി കൊത്തണം. അത് മുടിമേൽ ഇരിക്കേണ്ടതിന് നീല ചരട് കൊണ്ട് കെട്ടണം. അത് മുടിയുടെ മുൻഭാഗത്ത് ഇരിക്കണം. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളിലും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം അഹരോൻ വഹിക്കേണ്ടതിന് അത് അഹരോൻ്റെ നെറ്റിയിലിരിക്കണം. യഹോവയുടെ മുമ്പാകെ അവർക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അതെപ്പോഴും അവൻ്റെ നെറ്റിയിൽ ഇരിക്കണം. പഞ്ഞിനൂൽ കൊണ്ട് ഉള്ളങ്കിയും വിചിത്രപ്പണിയായി നെയ്യണം. പഞ്ഞിനൂൽ കൊണ്ട് മുടിയും ഉണ്ടാക്കണം. നടുക്കെട്ടും ചിത്രത്തയ്യൽ പണിയായിട്ട് ഉണ്ടാക്കണം. അഹരോൻ്റെ പുത്രന്മാർക്ക് മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് അങ്കി, നടുക്കെട്ട്, തലപ്പാവ് എന്നിവ ഉണ്ടാക്കണം. അവൻ നിൻ്റെ സഹോദരനായ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും ധരിപ്പിക്കണം. അവൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ അഭിഷേകവും കരപൂർണവും ചെയ്ത് ശുദ്ധീകരിക്കണം. അവരുടെ നഗ്നത മറപ്പാൻ അവർക്ക് ചണനൂൽ കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കണം. അതാരോ തുടങ്ങി തുട വരെ എത്തണം. അഹരോനും അവൻ്റെ പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴോ യാഗപീഠത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴോ കുറ്റം ചുമന്ന് മരിക്കാതിരിക്കേണ്ടതിന് അവർ അത് ധരിക്കണം. അവനും അവൻ്റെ സന്തതിക്കും അത് എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. ഈ കൃത്യമായിട്ട് ഈ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഡ്രസ് കോഡിനെ പറ്റിയാണ് പറയുന്നത്. എല്ലാവർക്കും ഓരോ ഡ്രസ് കോഡുണ്ട് അല്ലേ? എല്ലാ സഭകളുടെയും ശുശ്രൂഷകർക്ക് ഓരോ ഡ്രസ് കോഡുണ്ട്. ഓരോ ജോലിയിൽ ഓരോ ഡ്രസ് കോഡുണ്ട്, ഓരോ യൂണിഫോമുണ്ട്. അതിൻ്റേതായ അർത്ഥമുണ്ട്. ഇവിടെ മുഴുവൻ വിശുദ്ധിയുടെ രക്ഷാവസ്ത്രം അണിയുകയാണ്. അപ്പോൾ ഒരു ദൈവവൈതൽ വിശുദ്ധിയുടെ രക്ഷാവസ്ത്രം അണിഞ്ഞ ഒരാൾ യഹോവയ്ക്ക് വിശുദ്ധമാണ്. യഹോവയ്ക്ക് വിശുദ്ധമായ ആളാണ്. യഹോവയുടെ ആലയത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ നോമ്പിൽ നമ്മളിലുള്ള അശുദ്ധി മാറ്റി ദൈവസന്നിധിയിൽ വിശുദ്ധരായിരിക്കാൻ അഹരോനെയും അവൻ്റെ കൂട്ടരെയും വിളിച്ചിരിക്കുകയാണ്. എല്ലാവരെയും ഒന്നും ദൈവം വിളിക്കുക, നമ്മളെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ വിളി നമ്മളെ വിളിക്കുക. അപ്പോൾ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ നമ്മൾക്ക് വിശുദ്ധിയോടെ ചെയ്യുവാൻ സാധിക്കണം. അതുകൊണ്ട് വിളിച്ചതിൽ വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കി വിശുദ്ധി നമുക്ക് അലങ്കാരമായിരിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ് വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കും. ഞങ്ങളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. അന്ന് യെരൂശലേം ദേവാലയത്തിൽ യഹോവയായ ദൈവം മോശയിലൂടെ അഹരോനോട് കൽപ്പിക്കാൻ പറഞ്ഞത് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് യഹോവയുടെ മുന്നിലായി ഞങ്ങളെ സഹായിച്ചാണ്. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി പകർന്നാട്ട്, ഭവനങ്ങളുടെ മേൽ ദൈവശക്തി പകർന്നാട്ട്, ദൈവത്തിൻ്റെ അത്ഭുത കരുണകൃപ നിൻ്റെ മക്കളുടെ മേൽ പകർന്നാട്ട്, സകല അശുദ്ധികളും തിന്മശക്തികളും മാറിപ്പോകട്ടെ. ദൈവം നിൻ്റെ മക്കളെ എല്ലാവരെയും വിളിക്കട്ടെ. ദൈവം തിരഞ്ഞെടുത്ത് രൂപാന്തരപ്പെടുത്തട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും, അവരുടെ കുടുംബങ്ങൾക്കും, അവരുടെ ഭവനങ്ങൾക്കും എപ്പോഴും ഇപ്പോഴും എന്നേക്കും അനുഗ്രഹങ്ങളും നന്മകളും നൽകുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.